ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, ഒരു മലയാളിയായ ക്രൈസ്തവ ജീവൻ നയിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ദേവാലയം അവന് വലുതാണ്. നമ്മുടെ ഇടവക ദേവാലയം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അവൻ എവിടെ പോയാലും, ഏത് യൂറോപ്പിൽ പോയാലും, ഏത് അമേരിക്കയിൽ പോയാലും, കാനഡയിൽ പോയാലും, എവിടെ ചെന്നാലും അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദേവാലയം അവിടെ ഉണ്ടാക്കുക, ഒന്നിച്ച് ആരാധിക്കുക, ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക, ബലിയിൽ സംബന്ധിക്കുക. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം കേരളത്തിൽ ഇത്രമാത്രം ദേവാലയങ്ങൾ ഉണ്ടാകാൻ തന്നെ കാരണം നമ്മുടെ പൂർവികർ നമ്മളത് പഠിപ്പിച്ചതുകൊണ്ടും നമ്മളത് നിലനിർത്തിക്കൊണ്ട് ഇന്നും പോവുകയാണ്. എവിടെ ഒരു 10 പേരോ 20 പേരോ 50 പേരോ ഒന്നിച്ചു കൂടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിന് ഒരു ദേവാലയം കാണും, അല്ലെങ്കിൽ ഒരു കുരിശടി, കുരിശുപള്ളി, എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ പണിത് ഒന്നിച്ച് ആരാധിക്കുക. എന്തിനാണെന്ന് വചനം പറയും. അങ്ങനെ ആ ദേവാലയം പണിത് ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നേടി അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടും കാണും. അത് വചനത്തിലൂടെ പറയുകയാണ്. 2 ദിനവൃത്താന്തം അതിൻ്റെ 6-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഓരോരുവൻ താൻ്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തെങ്കിലേക്ക് തിരിഞ്ഞ് കൈ മലർത്തുകയും ചെയ്താൽ നീ നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ടു ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലമെല്ലാം നിൻ്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടുവാൻ നീ ഓരോരുവൻ്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തി പോലെ നൽകുകയും ചെയ്യണമേ. നീ മാത്രമാണല്ലോ മനുഷ്യരുടെ ഹൃദയങ്ങൾ അറിയുന്നത്. അപ്പോൾ ആ ദേവാലയത്തെ നോക്കി നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ സ്വർഗം അത് കേട്ട് നിന്നോട് ക്ഷമിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടല്ലേ ചുങ്കക്കാരൻ ദേവാലയത്തിൽ പോയി ആ ദേവാലയത്തെ നോക്കി പറഞ്ഞു, ദൈവമേ, എനിക്ക് സ്വർഗത്തിൽ നോക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പ്രാർത്ഥിച്ചത്. അവൻ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്, ഫരിസേനേക്കാൾ എന്ന് പറഞ്ഞ പോലെ നീ ആയിരിക്കുന്ന നിൻ്റെ ഇടവകയിലെ, അല്ലെ നീ ഏത് ദേവാലയത്തെ കടന്നു ചെന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ സ്വർഗം കേട്ട് നിന്നെ ക്ഷമിക്കുകയും നിനക്ക് അനുഗ്രഹങ്ങൾ തരുമെന്ന് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കാൻ. അത് നമുക്ക് പാലിക്കാം. ദേവാലയങ്ങൾ കാണുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്നതും ആ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതെല്ലാം അതിൻ്റെ ഒരു വെളിച്ചമാണ്. അത് തിരിച്ചറിയട്ടെ. ഈ പ്രഭാതം നമുക്ക് ഓരോ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു ദേവാലയം ഉണ്ടെങ്കിൽ ഇവിടെ പോയി ഇന്ന് കൈയുയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടി മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാന്റെ നാമത്തിൽ തന്നെ. ആമീൻ.